Hi dear juniors, welcome back to Junior Chronicle. നമ്മുടെ കേരളം ഒരു ബാക്ടീരിയയെ സ്റ്റേറ്റ് മൈക്രോബായി പ്രഖ്യാപിച്ചുകൊണ്ട് ചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണ്. എന്താണ് ഇതിൽ ഇത്ര വലിയ ചരിത്രം? മറ്റൊന്നുമല്ല, ഇന്ത്യയിൽ ആദ്യമായാണ് ഒരു സംസ്ഥാനം ഇത്തരത്തിലൊരു പ്രഖ്യാപനം നടത്തുന്നത്. എന്താണ് മൈക്രോബ്സ് അഥവാ സൂക്ഷ്മജീവികൾ? നിങ്ങൾക്കറിയാം. എന്താണവ? നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ സാധിക്കാത്ത അതിസൂക്ഷ്മമായ ജീവികളാണ് മൈക്രോബ്സ്. നിങ്ങൾക്കറിയില്ലേ, ധാരാളം രോഗങ്ങൾ ഈ മൈക്രോബ്സ് ഉണ്ടാക്കുന്നുണ്ട്. ചെറിയ ജലദോഷപ്പനി മുതൽ വലിയ ട്യൂബർകുലോസിസ് അഥവാ ക്ഷയം, എയ്ഡ്സ് പോലുള്ള മാരക രോഗങ്ങൾ വരെ പരത്തുന്നത് ഇത്തരം മൈക്രോബ്സ് ആണ്. ഇവ നമുക്ക് ഉപദ്രവം മാത്രമല്ല കേട്ടോ ചെയ്യുന്നത്. പാൽ പൊളിച്ച് തൈരാകാൻ സഹായിക്കുന്നത് ചില ബാക്ടീരിയകളാണ്. അതുപോലെ നമ്മുടെ ആമാശയത്തിലും കുടലിലും ഒക്കെ ധാരാളം ബാക്ടീരിയകളുണ്ട്. അവയൊക്കെ നമ്മുടെ ഡൈജഷനെ സഹായിക്കുന്നുമുണ്ട്. അത്തരത്തിൽ നമുക്ക് ഉപകാരിയായിട്ടുള്ള ഒരു ബാക്ടീരിയയാണ് ബാസിലസ് സബ്ടൈലിസ്. ഇതിനെയാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ മുഖ്യമന്ത്രി സംസ്ഥാന മൈക്രോബായി പ്രഖ്യാപിച്ചത്. ഈ ബാക്ടീരിയ ചില്ലറക്കാരനല്ല കേട്ടോ. ഈ ബാക്ടീരിയ നമ്മുടെ ഡൈജഷനെ സഹായിക്കുന്നു, നമുക്ക് ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യാൻ. ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കുണ്ടാകുന്ന രോഗപ്രതിരോധ ശേഷി, രോഗങ്ങളെ തടയാനുള്ള നമ്മുടെ ശരീരത്തിന്റെ കഴിവ്, അതിനൊക്കെ ഈ ബാക്ടീരിയ സഹായിക്കുന്നു. നമുക്ക് കാണാൻ പോലും പറ്റാത്ത ഒരു സൂക്ഷ്മജീവിയെ കുറിച്ചാണല്ലേ ഇന്ന് ഇത്രയും സംസാരിച്ചത്. അത് നമ്മുടെ ജീവിതത്തിൽ വഹിക്കുന്ന പങ്ക് ചെറുതാണോ? നിങ്ങൾ ആലോചിക്കൂ. നാളെ മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.